ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. പാചക ഐഡിയാസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു മാങ്ങാക്കറിയാണ്. സാധാരണ നമ്മൾ സദ്യക്കൊക്കെ ഉപയോഗിക്കുന്ന, പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കൊക്കെ തലേദിവസം ഉപയോഗിക്കുന്ന ഒരു കറിയാണ് മാങ്ങാക്കറി. ഇത് എങ്ങനെ തയ്യാറാക്കാമെന്നും ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു മാങ്ങയാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി ഒരു മീഡിയം സൈസിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ നമ്മൾ അല്പം ഉപ്പ് ചേർത്ത് നല്ലപോലെ തിരുമ്മി ഒരു 10 മിനിറ്റ് എടുത്ത് വയ്ക്കാം. അതിനുശേഷം നമുക്ക് ഇത് കുക്ക് ചെയ്യാം. ഇനി മാങ്ങാക്കറി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു പാത്രം എടുക്കുക. അതിലേക്ക് 2 സവോള സ്ലൈസാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഗരം മസാല നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഗരം മസാല എങ്ങനെ ഈസിയായി നമുക്ക് വീട്ടിൽ തയ്യാറാക്കാമെന്ന ഒരു വീഡിയോ ഞാൻ മുൻപ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിനുശേഷം നമുക്കൊരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പച്ചമുളക് അവരവരുടെ എരിവിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇതിൽ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് എരിവിനനുസരിച്ചുള്ള പച്ചമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. നല്ലപോലെ കൈകൊണ്ട് തിരുമ്മി എടുക്കണം. കൈകൊണ്ട് തിരുമ്പുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കയ്യിൽ അല്പം വെളിച്ചെണ്ണ തേച്ചതിന് ശേഷം തിരുമ്പുക, അല്ലെങ്കിൽ കൈ പുകഞ്ഞ് നീറാൻ സാധ്യതയുണ്ട്. നല്ലപോലെ ഇത് തിരുമ്മി യോജിപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് തിരുമ്മി വെച്ചിരിക്കുന്ന പാത്രം അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് നമുക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കണം. ഇതിനു വേണ്ടി നമ്മൾ ഒരു മുഴുവൻ തേങ്ങ പിഴിഞ്ഞ് 1-ാം പാലും 2-ാം പാലും മാറ്റി വെച്ചതിന് ശേഷം 3-ാം പാൽ ആദ്യം തന്നെ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ ഇട്ട് കൊടുക്കുക. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ച് ഇത് വേവിച്ചെടുക്കാം. ഇതിപ്പോൾ തിളച്ച് അത്യാവശ്യം മാങ്ങ പാതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 2-ാം പാൽ ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട്. മാങ്ങയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇത് തിളപ്പിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ചെറുതാക്കി ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് കാച്ചി ഒഴിക്കാം. അതിനുവേണ്ടി ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായതിന് ശേഷം നമുക്ക് ചുവന്നുള്ളി ചെറുതാക്കി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 5-6 ചുവന്നുള്ളി നമുക്ക് ചെറുതാക്കി സ്ലൈസാക്കി അരിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. തീ സിമ്മിൽ വെച്ചതിന് ശേഷം വേണം ഉള്ളി മൂപ്പിച്ചെടുക്കാൻ. ഉള്ളി ഇപ്പോൾ മൂത്തിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറ്റൽമുളക് 2 എണ്ണം നെടുകെ കീറി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം 2-3 അല്ലി വേപ്പില കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഇത്
മാങ്ങാ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. സാധാരണ സദ്യകൾക്കൊക്കെ ഉണ്ടാക്കുന്ന ഒരു കറിയാണിത്. പ്രത്യേകിച്ച് കല്യാണങ്ങൾക്കൊക്കെ തലേ ദിവസം വിളമ്പുന്ന ഒരു കറിയാണ് സ്വാദിഷ്ടമായ ഈ മാങ്ങാ കറി. ഇത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ഇത് നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ കറി റെഡി. അപ്പോൾ പാചക ഐഡിയാസിൻ്റെ ഈ മാങ്ങാ കറി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയ ഒരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്കും ബൈ.